നമസ്കാരം, ആര്യാണ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. എന്റെ വീടും പരിസരവും ഒന്ന് കണ്ടാലോ? 4 ദിവസത്തിന് ശേഷം ഇന്നാണ് ഒന്ന് തെളിയുന്നത്. നമ്മുടെ മറ്റപ്രദേശം ആയതുകൊണ്ടും ഒറ്റ മഴയ്ക്കതേ ചെളിയും ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവുകയും ചെയ്തോളുവേ. അമ്മാമ്മയോട് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങി. നട്ടുച്ചയ്ക്ക് എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മഴയല്ലേ. നമ്മുടെ ലൈബ്രറി ആകട്ടോ പണ്ട് എപ്പോഴൊക്കെയോ വന്നിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ പോകുന്ന ചിറ്റയുടെ പറമ്പിലോട്ടോ. അവിടെയാണെങ്കിൽ മൽബറിയും പേരയ്ക്കായും ചെറിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുളിയുണ്ടോ? വേണ്ട, കഴിക്ക് പറ്റുമെന്ന് പറഞ്ഞല്ലേ, കഴിക്ക്. ഇതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാനെങ്ങാനും വീണാലേ പിടിച്ചോണേ. ഒഴുകിപ്പോയി അപ്പുറത്തെ കടവിൽ, അപ്പുറത്തെ രാമക്കടവിൽ നിന്ന് കയറാം. അപ്പുറത്തെ കടവിൽ നിന്ന് കയറി വരാം. ഓ, ഈ വെള്ളത്തിൽ മുങ്ങി ചത്തത് തന്നെ. പണ്ട് നമ്മൾ എങ്ങനെയാന്നറിയോ, ഇങ്ങനെ തോർത്ത് ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ ഒരു പിടിച്ചോ. യാതൊരു മീൻ പിടിക്കാൻ അറിയാവോ? എന്നാ നീ എന്താ വല്ല നടപടി ഉണ്ടാവോ? എന്നാ വാ പോയേക്കാം. നാളെ മീനെ പിടിക്കാറോ? ഈ തോട്ടിലെ മീനൊക്കെ നമ്മളെ കണ്ടിട്ട് ഉച്ചമയക്കത്തിന് പോയതാ. ആയിട്ടൊന്ന് പാടി കേട്ടോ. ഈ കടവില് മീനെ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അപ്പുറത്തെ കടവിലേക്ക് പോകാം. അവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയല്ലേ പിടിക്കുന്നേ. നമുക്ക് വെറൈറ്റി ഒരു ഐഡിയ ട്രൈ ചെയ്യാം. അടുത്ത കടവിലേക്ക് പോവാണ് ഗായ്സ്. ഇവിടെ ചെന്നിട്ട് എന്താവുമെന്നോ. പണ്ടൊക്കെ നന്നായിട്ട് മീനെ പിടിക്കുമായിരുന്നു. ഇനി അത് പറഞ്ഞാ മതി. സത്യം, പണ്ട് ഞാനും അമ്മയൊക്കെ വന്ന് ഞങ്ങൾ എന്തോരം മീനെ പിടിച്ച് പോയി. ടാങ്കിൽ കൊണ്ട് ഒരുപാട് യാതൂട്ടാ, അവിടെ ഉണ്ടോ? ഇതാണ് ഗൈസ് പണ്ട് ഞങ്ങൾ അലക്കാൻ വന്നോണ്ടിരുന്ന തോട്. വാ, ഈ മഞ്ഞപ്പൂ കണ്ടോ? ഗൈസ് ഇവിടെ കട്ടപ്പളവനുണ്ട് ഗൈസ്. ആ കല്ലിന്റെ ഇടയിലുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ ഇറങ്ങി ഒരു മീനെ? ഞാൻ ഇറങ്ങത്തില്ലേ. നീ ഇവിടെ നിന്നോ. നീ എന്തിനാ കല്ല കയറിയിരിക്കുന്നേ? നല്ല തണുപ്പാണേ. ഇവിടെ ഒരു മീൻ പോയിട്ടൊരു അമ്മാമ്മ മര്യാദക്ക് പറഞ്ഞതാ, ഈ നട്ടുച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ മീനെ കിട്ടത്തില്ലെന്ന്. പണ്ട് അതിന്റെ അവിടെ ഒരു ഓലി ഇല്ലായിരുന്നോ? അവിടെ വേനലാവുമ്പോഴേ വെള്ളം പറ്റിക്കുമ്പോ ആ ഓലിയുടെ അകത്തെ മണ്ണൊക്കെ തേകിയിട്ട് വെക്കും. എന്നിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്നാ കുളിക്കുന്നത്. പക്ഷെ അതന്നല്ല, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അല്ലേ? അതോടെ കാണും. അല്ല, ഇപ്പൊ അങ്ങനെ ഓരി എടുക്കാനോ കുത്താനോ ഒന്നും ആരും വരാറില്ലല്ലോ. അതല്ല, നീ ഇതൊക്കെ മിസ് ചെയ്തടാ. അപ്പൊ തോട്ടിൽ ഇറങ്ങാനുള്ള പൂതി അങ്ങ് തീർന്നേ. മീൻ പിടിക്കാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെയും നമ്മൾ പരാജയപ്പെടും. നമുക്ക് അടുത്ത അറ്റംപ്റ്റ് അടുത്ത പ്രാവശ്യം. മീൻ പിടിക്കാനുള്ളത് നടന്നില്ല കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം, ചക്കിയുടെ മുടിയിൽ കുറച്ച് ചിത്രപ്പണികൾ ചെയ്യാം.
തിരിയാൻ പറ്റത്തില്ലടാ. ഞാൻ എന്റെ മുടിയിൽ ഒരു 2 പൂവെടുത്ത് വെക്കാൻ പറഞ്ഞതിന് തല റീത്ത് ഉണ്ടാക്കി വെച്ചേക്കുക. നല്ല ഭംഗിയാ, ഭയങ്കര ഭംഗിയാ. ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തവും ചീറ്റിപ്പോയി. ഇന്നത്തെ പിങ്കി മിണ്ടാതിരുന്നേടി. അപ്പൊ ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം ചീറ്റിപ്പോയി. ഇനി നമുക്ക് വേറെ അടുത്ത എന്തേലും പുതിയതായിട്ട് വരാം കേട്ടോ. കുട്ടി കറിക്കോ കറിക്കോ. കൊറേ ഗപ്പി ഉണ്ടായിരുന്നു, ഇപ്പൊ കൊറേ മാട്ടത്തവളകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ മീൻപിടുത്തമൊക്കെ എങ്ങനെയാണെന്ന് ചീറ്റിപ്പോയി കേട്ടോ. ഇപ്പൊ എന്നാന്ന് പറഞ്ഞാൽ ഇവൻ വെറുതെ വീട്ടിലിരിക്കും, ഇവനൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്നോർത്ത് നമ്മൾ കൊണ്ടുപോയതാണേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, നിങ്ങൾ മറക്കരുത് കേട്ടോ.